അയ്യോ സിനിമയോ കണ്ടന്റും അതിൻ്റെ കൂടെ ഈ എക്സൈറ്റ്മെൻറ്റും ഉണ്ടെങ്കിൽ വളരെ നന്നാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ത്രില്ലർ. അയ്യൊരു എൻ്റെ വകയല്ല, അത് മമ്മൂട്ടിയുടെ വകയാണ്. എന്നിട്ട് മേനക ചോദിക്കും, സ്വാമി ചേട്ടാ എത്ര ബോട്ടിൽ ഗ്ലിസറിൻ കൈ കരുതെന്ന് ചോദിക്കും. എന്നെപ്പോലെ ഫെറോഷ്യസ് ആയിട്ട് സിനിമ കാണുന്ന ഒരാളില്ല ആ കാലഘട്ടത്തിൽ. ജനങ്ങൾക്ക് എക്സൈറ്റ്മെൻറ്റ് എപ്പോഴും ഇഷ്ടമാണ്. ഞാൻ കഥ എഴുതുമ്പോൾ ആ കഥ ആര് അഭിനയിക്കണമെന്നും പറഞ്ഞ് അയാളുടെ മുഖം വെച്ചിട്ട് ഞാൻ ഒരിക്കലും എഴുതാറില്ല. സാഗർ ഏലിയാസ് ജാക്കി, സേതുരാമയ്യർ, നരസിംഹ മന്നാടിയാർ, ബാബ കല്യാണി, ഇത്രയും ക്ലൂസ് വെച്ചിട്ട് ഒരു കേസ് സോൾവ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം ഈ ക്യാരക്ടേഴ്സിന്റെ ക്രിയേറ്റർ SN സ്വാമിയാണ് ഇന്ന് നമ്മുടെ കൂടെ സ്പോട്ട്ലൈറ്റിലുള്ളത്. സർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടുപിടിച്ചത് ശിവറാം നാരായണ സ്വാമി എന്നുള്ളതാണ്. അത് എപ്പോൾ ചുരുങ്ങി SN സ്വാമിയായി? ഒരു കള്ളത്തരം ഉണ്ടായിരുന്നു. അതായത് ഞാൻ ആദ്യകാലത്ത് സിനിമയിൽ എഴുതുന്ന ആർക്കും അറിയില്ല, വീട്ടിലൊന്നും അറിയില്ല. അത് ശരി. അപ്പം അന്നൊരു ഡിസ്ഗൈസ് നെയിമായിരുന്നു SN സ്വാമി. ഒരു കാരണം ചിലപ്പോൾ വീട്ടുകാർ സമ്മതിക്കില്ല, വേണ്ടെന്നൊക്കെ പറയും. അതെന്ന് കാരണം ഇത്തിരി ഓർത്തഡോക്സൊക്കെ ആയതുകൊണ്ട് സിനിമയോടൊക്കെ അല്പം അകൽച്ചയുള്ളവരാണ്. അപ്പം ഇനി അവർ വേണ്ടാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പം അവർ ആരും അറിയിച്ചില്ല ഞാൻ. പിന്നെ 5-8 സിനിമ കഴിഞ്ഞ പിന്നെയാണ് ഞാനാണ് SN സ്വാമി എന്ന് അറിയണം മറ്റുള്ളവർ. ഈ SN സ്വാമിയും സേതുരാമയ്യർ CBIയിലെ അയ്യർ സ്വാമിയും തമ്മിൽ ശരിക്കും റിയൽ ലൈഫിൽ കണക്ഷൻ. അയ്യർ എൻ്റെ വകയല്ല, അത് മമ്മൂട്ടിയുടെ വകയാണ്. അത് അലി അയ്യരെ ഉണ്ടാക്കിയത്. അലി ഇബ്രാൻ. അയ്യര് വേണം നിർബന്ധം പറഞ്ഞ മമ്മൂട്ടിയാണ്. ആദ്യം അലി ഇമ്രാൻ അതാണ് പിന്നീട് 3-ാം മുറയിൽ മോഹൻലാൽ അലി ഇമ്രാൻ എന്നുള്ള ക്യാരക്ടർ. അതെ, നമ്മൾ ഇനീഷ്യലി ഇപ്പൊ കരിയറൊക്കെ തുടങ്ങുന്ന സമയത്ത് സ്നേഹമുള്ള സിംഹം, കൂടും തേടി, അങ്ങനെയുള്ള സിനിമകളിൽ നിന്ന് ഒരു ഫാമിലി ടൈപ്പ് മൂവി എന്നൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ 20-ാം നൂറ്റാണ്ടിലോട്ട് അങ്ങ് കയറി കഴിഞ്ഞപ്പോൾ നമ്മൾ ഫുള്ളൊരു ആദ്യമൊക്കെ ഈ കാലത്ത് മുഴുവൻ കണ്ണീരും കൈയുമായുള്ള കഥകളാണ്. അതെ. എന്നിട്ട് മേനക ചോദിക്കും, സ്വാമി ചേട്ടാ എത്ര ബോട്ടിൽ ഗ്ലിസറിൻ കൈ കരുതെന്ന് ചോദിക്കും. കാരണം അങ്ങനത്തെ സിനിമയായിരുന്നു ഒരുപാട് എഴുതിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചേഞ്ച് ഉണ്ടാകുന്നത് 20-ാം നൂറ്റാണ്ട്. 20-ാം നൂറ്റാണ്ടെന്നുള്ള സിനിമ അവളുടെ ആക്സിഡൻ്റ് അല്ല. കാരണം അന്ന് ഡെന്നിസ് ജോസഫാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരുന്ന ആൾ. അപ്പം അയാൾക്ക് നല്ല തിരക്കായിപ്പോയി. അപ്പം അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ മോഹൻലാലിൻ്റെ ഒരു ഡേറ്റ് ഉണ്ട് മധുവിന്, പ്രൊഡ്യൂസറുണ്ട്. അന്ന് മധുവിനെ നേരത്തെ അറിയാം, എൻ്റെ പടങ്ങളിൽ പുള്ളി അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, JCയുടെ ഒക്കെ, അങ്ങനെ അറിയാം മധുവിനെ. പക്ഷെ ഇപ്പോൾ ഈ ഒരു ഡേറ്റ് മിസ്സായ ഇനിയിപ്പോൾ ലാൽ സാറിൻ്റെ ഡേറ്റ് കിട്ടൂല അടുത്തൊന്നും. അപ്പോൾ ഞാനിങ്ങനെ 2 പ്രോജക്റ്റിൽ ഇൻവോൾവാണ്. ഈ സമയത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് പുള്ളി എന്നോട് പറയണത്. അപ്പോൾ പുള്ളിക്ക് എൻ്റെ സ്ഥിരം ടൈപ്പ് വേണ്ട, അന്നത്തെ സ്ഥിരം ടൈപ്പ്. അങ്ങനെയാണ് ഒരു ചെറിയൊരു ചേഞ്ചോട് കൂടി തുടങ്ങിയതാണ് 20-ാം നൂറ്റാണ്ട്. മോഹൻലാലിനെയും മമ്മൂട്ടിനെയും ഒരു ആക്ടർ എന്നതിൽ നിന്നും സ്റ്റാർസ് ആക്കിയതിൽ ഈ 20-ാം നൂറ്റാണ്ട്, സേതുരാമയ്യർ, ആ മൂവീസിനൊക്കെ ഭയങ്കര വലിയ പങ്കുണ്ട്. അപ്പോൾ ഒരുപാട് മൂവീസ് കൂടുതൽ ചെയ്തേക്കണത് എനിക്ക് തോന്നുന്നു മമ്മൂട്ടിയായിട്ടാണ്. അപ്പോൾ ഇവർ രണ്ടുപേർക്കും വേണ്ടി കഥ എഴുതുമ്പോൾ അത് മറ്റുള്ളവരെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ കഥ എഴുതുമ്പോൾ ആ കഥ ആര് അഭിനയിക്കണമെന്നും പറഞ്ഞ് അയാളുടെ മുഖം വെച്ചിട്ട് ഞാൻ ഒരിക്കലും എഴുതാറില്ല. കാരണം അങ്ങനെ എഴുതിയാൽ എനിക്ക് എഴുതാൻ പറ്റില്ല. കാരണം ഒരുപാട് കാരിക്കേച്ചേഴ്സ് ഡിഫറൻസ് വരും. ഞാൻ പിന്നെ എൻ്റെ കഥയിൽ നിന്ന് വിട്ടുപോകും. ഞാൻ എഴുതുന്ന എൻ്റെ കഥയുടെ കഥാപാത്രങ്ങളെ മാത്രം മനസ്സിൽ വെച്ചിട്ടാണ്. അപ്പം അത് കാരണം എനിക്കങ്ങനെ മോഹൻലാൽ, മമ്മൂട്ടി അങ്ങനെ ഒരു ചിന്ത വരാറില്ല. അപ്പം ഈ എഴുതിയ കഥകളിൽ നമ്മളെ ഏറ്റവും ബുദ്ധിമുട്ടിച്ച് കുറേ എഫേർട്ട് എടുക്കേണ്ടി വന്ന, കുറേ സമയമെടുത്ത ഒരു സ്റ്റോറി കഥകൾ തന്നെയാണ്. ഇപ്പം ലാസ്റ്റാണ് ഏറ്റവും കൂടുതൽ സമയമെടുത്തത്. ഒരു 5-6 കൊല്ലം എടുത്തു അത് എഴുതി തീരാൻ. 5-6 കൊല്ലം കൊണ്ടാണ് CBI ഫൈബ്രെയിൻ എഴുതി കഴിഞ്ഞത്. അങ്ങനെയല്ല, അത് മാത്രമല്ല, ആ സമയത്ത് നമ്മൾ വേറെ കഥയുടെയൊക്കെ ത്രെഡ് ഇങ്ങനെ എഴുതി പോകുന്നു. പക്ഷെ എന്നാൽ ആ കഥ പൂർണ്ണമാവാനായിട്ട് 4-5 കൊല്ലം എടുത്തു. ഇതൊക്കെ നമുക്ക് പണ്ട് മുതലേ ഇഷ്ടമുള്ളതാണ്. ആസ് എ കിഡ് SN സ്വാമിക്ക് ഇൻവെസ്റ്റിഗേഷൻ, ത്രില്ലേഴ്സ്, അതിലോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. എങ്ങനെയായിരുന്നു ചൈൽഡ്ഹുഡ് ഇതിലേക്കുള്ളൊരു വഴി, സിനിമയിലേക്കുള്ള വഴി? ജഗൻ പിക്ചേഴ്സ് അപ്പച്ചൻ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. ഓക്കെ. അങ്ങനെയാണ് പുള്ളിയുടെ, ഞാനും പുള്ളിയും കൂടെയാണ് ആദ്യം. അപ്പോൾ തകര എന്നിട്ടൊരു സിനിമ അന്ന് റിലീസായി. ഇപ്പോൾ കവിതയിൽ ഞാൻ ആ പടം കാണാൻ പോയി. പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്നെ വല്ലാതെ അട്രാക്റ്റ് ചെയ്തൊരു പടമാണ് അത്. അപ്പം അന്ന് അതിനകത്ത് എല്ലാവരും മിക്കവാറൊക്കെ പുതുമുഖങ്ങളാണ്. പടം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ പുറത്ത് ഹരി പോത്തനും ഭരതനും കൂടെ നിൽക്കണം. ഓക്കെ. എനിക്ക് അതിനു മുമ്പ് ഭരതനെ പരിചയമില്ല. അങ്ങനെ ഞാൻ ഭരതനെ പരിചയപ്പെട്ടു ചെന്നിട്ട്. അപ്പം എനിക്ക് സിനിമ കാണുന്ന ഒരു അനുഭവം മാത്രമേ ഉള്ളൂ, അല്ലാതെ സിനിമയായിട്ടൊരു ബന്ധവുമില്ല. ഞാൻ ചോദിച്ചു, വരാം നമുക്കൊരു പടം ചെയ്താലോ എന്ന് പറഞ്ഞു. പുള്ളി ഞെട്ടിപ്പോയി.
അപ്പോൾ ഹരി പോത്തൻ്റെ ഇതൊരു പ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പടം ചെയ്യാൻ വേണ്ടി അവർ എറണാകുളത്ത് താമസിക്കുന്ന സമയമാണ്. അപ്പോഴാണ് ഈ പടം റിലീസാവുന്നത്. അങ്ങനെ ഞങ്ങൾ അതിനെക്കുറിച്ച് പിന്നീട് പലപ്പോഴും സംസാരിച്ചു. അപ്പോൾ ഈ പ്രൊഡ്യൂസറോട് ഞാൻ ഇതൊന്നും പറഞ്ഞിട്ടില്ല, അയാൾ എൻ്റെ ഫ്രണ്ടായതുകൊണ്ട്. പിന്നെ ഒരു ദിവസം ഞാൻ അപ്പച്ചനോട് കണ്ടു പറഞ്ഞു, അപ്പച്ചൻ ഞാനൊരു പടം പ്ലാൻ ചെയ്യേണ്ട അപ്പച്ചന് വേണ്ടി എന്ന് പറഞ്ഞു. അയ്യോ സിനിമയോ? അത് ചെയ്യാം അപ്പച്ച, ഭരതനാണ് ഡയറക്ടർ. അത് കേട്ടപ്പോൾ പുള്ളിക്കൊരു താല്പര്യം വന്നു. കാരണം അന്നും ഭരതൻ എന്ന് പറഞ്ഞാൽ വളരെ ഒരു പെട്ടെന്ന് ആർക്കും ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു പേരായിരുന്നു. അങ്ങനെയാണ് ചാമരം ഉണ്ടാവുന്നത്. അത് ശരി. ഇപ്പോൾ സിനിമ കരിയർ ഇപ്പോൾ നമ്മൾ ഈ ചക്കരമ്മയൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 44 വർഷത്തോളമായി ഫീൽഡിലുണ്ട്, കഥ എഴുതുന്നു എല്ലാം ഉണ്ട്. ഇത്രയും കാലം എടുത്തു ഒരു ഡയറക്ടർ എന്നുള്ള ചെയറിലേക്ക് വരാൻ എന്ത് പറ്റി ഇത്ര വൈകി? അതിന് പ്രത്യേകിച്ച് ഒരു കാരണമൊന്നുമില്ല. കഥ എഴുതാനൊരു കാരണം ഉണ്ടായില്ല, ഡയറക്ടർ ആവാനും കാരണമില്ല. ഞാനൊരു പ്രത്യേക കഥ എഴുതി. ഇത് സാധാരണ ആർക്കും ചെയ്യാൻ പറ്റുന്നൊരു കഥയല്ല. കാരണം ഇത് വളരെ മിസ്റ്റിക്കായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഈ തരം സാധനങ്ങൾ ഒരു ഡയറക്ടറെ ഏൽപ്പിച്ച് ചിലപ്പോൾ അയാൾക്ക് അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആത്തൊരു സാധനം ഞാൻ ചെയ്താൽ നന്നായിരിക്കും തോന്നി അങ്ങനെ ചെയ്തു. പണ്ടത്തെ കാലം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉള്ളതിനേക്കാൾ ഒരുപാട് റിസോഴ്സസും ഒരുപാട് സപ്പോർട്ടും ഉണ്ട്. അതായത് ഇപ്പോൾ ആക്ടിങ്ങിലോട്ടുള്ളവർക്കാണെങ്കിൽ ആക്ടിങ് വർക്ക്ഷോപ്സ് ഉണ്ടാവും, എഴുതാനുള്ളവർക്ക് റൈറ്റിംഗ് വർക്ക്ഷോപ്സ്. ഇങ്ങനെ ഒരു വിധത്തിലുള്ള സപ്പോർട്ടും ഇല്ലാതെ സ്വന്തമായിട്ട് സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളാണ് എസ്.എൻ. സ്വാമി. അപ്പോൾ അങ്ങനെ ഒരാളെന്ന നിലയിൽ ഇനി വരുന്ന ജനറേഷനോട്, സിനിമ സ്വപ്നം കാണുന്ന ജനറേഷനോട്? അങ്ങനെയല്ല, എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ എന്നെപ്പോലെ വൊറോഷ്യസ് ആയിട്ട് സിനിമ കാണുന്ന ഒരാളല്ല കാലഘട്ടത്തിൽ. ഓരോ സിനിമ 5-6 പ്രാവശ്യം കാണും. അത്ര സിനിമയുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ആയിരുന്നു എനിക്ക്. വായന, ബുക്കുകൾ ഇഷ്ടം പോലെ വായിക്കും. ഇന്ന് അതൊക്കെ ഉള്ളവർ ഇന്നും സിനിമക്കാരനാവും. ആ പാഷൻ ഉണ്ടാവും, ആഗ്രഹം വേണം, സിനിമയിൽ ആരെങ്കിലും ആവണം എന്നൊരു തോന്നലുണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവില്ല. ഇത് വേറൊരാളായി അതുപോലെ എനിക്കാവണം അങ്ങനെയെന്ന് പറഞ്ഞാൽ ആവുകയില്ല. ആ ഇൻറ്റേർണൽ പ്രഷർ വേണം ആവാനായിട്ട്. അത് ഏത് ജോലിക്കും അതെ. ഇല്ലെങ്കിൽ നമ്മൾ വർക്ക് റൂൾ പോലെ രാവിലെ പോവുക, 9 മണിക്ക് 5 മണിക്ക് തിരിച്ച് വരിക, 1-ാം തീയതി ശമ്പളം വാങ്ങുക, വിവാഹം പണിക്കേ പറ്റുള്ളൂ. പ്രൊഫഷണലി ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്രൊഫഷൻ നമുക്ക് ചെയ്യണം. അത് ആർട്ടുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കണം, കമേഴ്ഷ്യൽ ആർട്ടായിരിക്കണം, കമേഴ്ഷ്യൽ സക്സസ് കിട്ടുന്ന ആർട്ടായിരിക്കണം എന്നൊക്കെ ഒരു തോന്നൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവണം, അല്ലെങ്കിൽ ആവില്ല. നമ്മളിപ്പോൾ ഇത്രയും വർഷത്തിന് ശേഷം ഒരു സിനിമ എടുക്കുന്നു, ഇപ്പോഴും റെലവൻ്റ് ആയിട്ടിരിക്കുക എന്ന് പറയുമ്പോഴേക്കും നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നതെന്നൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത്? സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യാറുണ്ടോ? ന്യൂസാണോ? ഇതിപ്പോൾ പൊതുവേ മുമ്പ് പത്രങ്ങളിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പബ്ലിക്കായിട്ടുള്ള വിഷയങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൻ്റെ വലിയൊരു പെർസെൻറ്റേജ് മീഡിയയിലേക്ക് മാറി, സോഷ്യൽ മീഡിയയിലേക്ക് മാറി. അപ്പോൾ അതാണ് ഈ ഇപ്പോഴത്തെ ഒരു കറണ്ട് ഈ സോഷ്യൽ മീഡിയ ഏറ്റവും വലിയ പ്രസക്തി. കാര്യം കറക്റ്റായിട്ട് പറയാൻ പറ്റും. പിന്നെ അതിനൊരു വിഷ്വൽ സപ്പോർട്ടുണ്ട് എന്തിനും. ഈ വിഷ്വൽ സപ്പോർട്ടും കൂടെ ആകുമ്പോഴേക്കും കാണുന്നതിനൊന്നും കൂടെ ഉത്സാഹം വരും. ഈ സോഷ്യൽ മീഡിയയുടെ വിഷ്വൽ എന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ മൈൻഡിലൊരു ക്രൈം ത്രില്ലർ എഴുതുന്ന ഒരാളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി നമുക്കൊരു ഷെർലക് ഹോംസ് ഇമേജ് ആയിരിക്കും, ഒരു തൊപ്പി, ഒരു കോട്ട് സൂട്ട്, ഒരു പൈപ്പൊക്കെ വലിച്ചിട്ട്. പക്ഷെ നമ്മൾ കാണുന്ന എസ്.എൻ. സ്വാമി എന്ന് പറയുന്ന ക്രിയേറ്റർ സാധാ ഷർട്ടും ഉണ്ട്, അല്ലെങ്കിൽ ഷർട്ട് പാൻറ്, വെള്ളമുടി, വളരെ നമ്മള് ഒരു കത്തിയൊക്കെ കൊണ്ട് നടക്കും എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലെ ഇമേജ്. അങ്ങനെയൊന്നല്ല. പക്ഷെ ഇപ്പൊ ഈ ഇത്രയും ഭയങ്കര ഇന്റൻസ് സ്റ്റോറീസ് എഴുതുന്ന ആള് ക്രൈം അല്ല. ഇതിനകത്ത് വിഷയം എന്ന് പറഞ്ഞാൽ എക്സൈറ്റ്മെന്റ് എന്നൊരു ക്ലോസ് ഉണ്ട്. ജനങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് എപ്പോഴും ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെ ഒരു തോന്നാനുള്ള ഒരു ഹോർമോൺ ഉണ്ട് എല്ലാവർക്കും. ആ ഹോർമോൺ ഉത്തേജിപ്പിക്കുക എന്നുള്ളതാണ് ക്രൈം ത്രില്ലർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ കണ്ടൻറ്റും അതിൻ്റെ കൂടെ ഈ എക്സൈറ്റ്മെൻറ്റും ഉണ്ടെങ്കിൽ വളരെ നന്നായി. അതാണ് ശരിക്കും പറഞ്ഞാൽ ത്രില്ലർ. എക്സൈറ്റ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനിപ്പോൾ ഈ CBI സീരീസിൽ ഞാൻ ആസ് എ കിഡ് ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കാണുന്ന CBI സിനിമ എന്ന് പറഞ്ഞാൽ സേതുരാമയ്യർ CBI ആണ്. അതിൽ എന്നെ ഏറ്റവും എക്സൈറ്റ് ചെയ്തതാണ് അത് ഈശോ അല്ല മോസിയാണ് എന്ന് പറയുന്നൊരു സീൻ. നമ്മളിങ്ങനെ എന്ന് പറഞ്ഞ് ഇരുത്തിപ്പോകുന്ന ആ ഒരു സീൻ. ശരിക്കും ഈ സീൻ ആദ്യം എഴുതി വെച്ചിട്ടാണോ ചുറ്റിനുള്ള കഥയൊക്കെ ബിൽഡ് ചെയ്യുന്നത്? നമ്മൾ ശരിക്കും നമ്മുടെ അങ്ങനെയല്ല. ആ കഥ ഞാനങ്ങനെ എഴുതിയുണ്ട്. പെട്ടെന്ന് ഒരു ദിവസം രാവിലെ തോന്നി എനിക്ക് ഇങ്ങനെ സംഭവം വേണം. അതായത് ഇങ്ങനെ വായിക്കുമ്പോൾ ഒരർത്ഥവും അത് ഇൻവേർട്ടഡായിട്ട് വായിക്കുമ്പോൾ വേറൊരർത്ഥവും ഉണ്ടായിരിക്കണം. അത് കഥയായിട്ട് യോജിക്കണം. ഇങ്ങനെ ഒരു മുൻകൂട്ടി തീരുമാനം ഞാൻ എടുത്തു. ഒരാഴ്ചയും ഞാൻ പട്ടിണി കിടന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഉറക്കമില്ല തോന്നുന്നു. ഇത് തന്നെ കാരണം ഈ ആൽഫബറ്റ് വെച്ചിട്ട് ഇങ്ങനെ എത്ര ബുക്ക് എഴുതിയെന്നറിയാവോ? അല്ലാണ്ട് കിട്ടില്ലല്ലോ.
അങ്ങനെ 7 ദിവസം കഴിഞ്ഞപ്പോൾ കിട്ടി. ഈശോ എന്ന് പറഞ്ഞാൽ മരിച്ചാൾ വിളിക്കുന്ന കർത്താവിനെയാണ്. അതെ. അത് തിരിച്ച് സ്വാമി കാണുമ്പോൾ മൂസി എന്ന് പറഞ്ഞാൽ അയാൾ കാണിച്ചു കൊടുത്താണ് ആരാണ് എന്നെ കൊലയ്ക്ക് കാരണം എന്ന്. അപ്പോൾ ഇത്രയധികം ത്രില്ലേഴ്സ് എഴുതിയ ആളാണല്ലോ. അപ്പം ഞാൻ ഒരു 5 ക്വസ്റ്റ്യൻ 5 കേസായിട്ട് തന്നെ നമുക്ക് വിചാരിക്കാം. ഒരു 3 ക്ലൂ ഉണ്ടാവും. ആ ക്ലൂവിൽ നിന്ന് ഏത് കേസാന്ന് പറയണം. ബേസിക്കലി ഏത് സിനിമയാണെന്ന് കണ്ടുപിടിക്കണം. സാറിന് ഏത് സിനിമ ഞാൻ പേടിക്കണ്ട. CBI സീരീസ് തന്നെ ചോദിക്കാം. സാരി. മന്ത്രി ഭാർഗവൻ. നടൻ വിശ്വം. ആക്ടർ വിശ്വം. ഇതാണ് ക്ലൂ. ഇത് ഏത് സിനിമ? ഇതാണെന്ന് ജാഗ്രത. യെസ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ട്രാക്കിലെത്തി. ഇനി നമുക്ക് അടുത്തോട്ട് പോവാം. അണിമംഗലം, തിരുവാഭരണം, കാപ്ര. അത് നേരെയാണ് CBI. ഓക്കെ. ഇൻവിറ്റേഷൻ കാർഡ്, നാദാമംഗലം, ഈശോ. അത് തന്നെ സേതുരാമയ്യര്. ഓക്കെ. ഉണ്ണിത്തമ്പുരാൻ, നിഴൽ, കുളം. ഉണ്ണിത്തമ്പുരാൻ, നിഴല്, കുളം. മറ്റേ അഡ്വക്കേറ്റിന്റെ കഥ, അഭിഭാഷകന്റെ കേസ്. യെസ്, റൈറ്റ്. നമ്മൾ അതുവരെ കണ്ടതിൽ നിന്ന് നമ്മളെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ച മോഹൻലാലിനെ നമ്മൾ അതുവരെ കണ്ടിട്ടില്ലാത്തൊരു രൂപമാണ് 20-ാം നൂറ്റാണ്ടിലെ ആ ക്ലൈമാക്സ് സീൻ. ഇപ്പോൾ ഇവരൊക്കെ പറയായിരുന്നു, ഇവരുടെയൊക്കെ കാലത്തുള്ള നോട്ട്ബുക്സിലൊക്കെ ഫ്രണ്ട് കവറിൽ വരുന്ന ഫോട്ടോ പോലും മോഹൻലാലിൻ്റെ ആ ഒരു എന്താ പറയുക പൈലറ്റ് ആ കസ്റ്റംസ് ഓഫീസറിന്റെ വേഷത്തിലുള്ള ആ പടമൊക്കെ ആയിരുന്നു ആ ഒരു സീൻ. ആ സീനാണ് പടത്തിന്റെ ഹൈലൈറ്റ്. അത് ആക്ച്വലായിട്ട് അത് ഒറിജിനലി കൺസീവ് തന്നെയാണ് ആ സിനിമയിൽ കണ്ടിരിക്കുന്നത്. പക്ഷെ എൻ്റെ അത്ഭുതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് ത്യാഗരാജ മാസ്റ്റർ കൊടുക്കണം, അതായത് സ്റ്റണ്ട് മാസ്റ്റർ. കാരണം അദ്ദേഹം അത് മണിസാർ എന്ന് പറഞ്ഞാൽ ഇത്തിരി കാശിൻ്റെ കാര്യത്തിലൊക്കെ വളരെ ഗൗരവമുള്ള ആളാണ്. അപ്പോൾ ഭയങ്കര വാടകയല്ലേ എയർപോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ പെർ അവർ റെൻ്റല്ലേ. റിയൽ എയർപോർട്ടിലാണ് പുള്ളി ട്രിവാൻഡ്രം എയർപോർട്ട്. അപ്പോൾ പുള്ളി റെസ്ട്രിക്റ്റ് ചെയ്യും, ഇത്ര മണിക്കൂറേ പാടുള്ളൂ, അതിന് മുമ്പ് തീർക്കണം, ഇത് കൂടുതൽ വരാം. അങ്ങനെ ഒരു നാച്ചുറൽ പ്രൊഡ്യൂസറുടെ ഒരു ഇത്. അപ്പോൾ ഞങ്ങളോട് നേരിട്ട് മാഷ നല്ല പരിചയം, ഒരുപാട് പടങ്ങളിൽ വർക്ക് ചെയ്യും. പക്ഷേ ഇതിന് മുമ്പ് തീർക്കണം, മാഷ തീർത്തു. അതേ ഫിലിം തെലുങ്കിലെടുത്തു. അവർ ഷൂട്ട് ചെയ്ത് തിരുവനന്തപുരത്ത് തന്നെയാണ്. ഒരു TV-യിൽ ഈ 20-ാം നൂറ്റാണ്ട് സിനിമ ഇട്ടു, പിന്നെ ഒന്നിൽ അവർ എടുക്കുന്ന സിനിമ ഇട്ടു. 4 ദിവസം ഷൂട്ട് ചെയ്തത്. നിർത്തി വെച്ചോ അവിടെ വെച്ച്? അല്ല, അവർ ആ സംഭവം അവരെടുത്തപ്പോൾ 4 ദിവസം എടുത്തു അവർക്ക് ടോട്ടൽ ഷൂട്ട് ചെയ്ത് തീരാൻ തെലുങ്ക് സിനിമയിലേക്ക്. അങ്ങനെ നീച്ച കോപ്പി എന്ന് പറയുന്നത് അങ്ങനെ തന്നെ ഒരു കോപ്പി ചെയ്ത് ഞാൻ കണ്ടില്ല തെലുങ്ക്. അങ്ങനെ ആയിരിക്കണം അവർ, കാരണം ആ TV-യിൽ അതാ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ത്യാഗരാജ മാസ്റ്റർ അല്ലായിരുന്നു, വേറെ ആരോ ആയിരുന്നു. വർക്ക് ചെയ്ത സിനിമകളിലല്ലാതെ SN സ്വാമി ആസ് എ പേഴ്സൺ എങ്ങനത്തെ പാട്ടുകൾ ഇഷ്ടമുള്ള ആളാണ്? എങ്ങനത്തെ പാട്ടുകളാണ് ഇഷ്ടം? എനിക്ക് ഇത്തിരി ഫാസ്റ്റ് സോങ്ങാണ് ഇഷ്ടം. എനിക്ക് വളരെ കരച്ചിലും ഒന്നും ഇഷ്ടമല്ല. ഇല്ലെങ്കിൽ ഇത്തിരി ക്ലാസിക്കൽ ടച്ചൊക്കെ ഉള്ള ഈ വെറും കരച്ചിൽ പറ്റില്ല. ഏതെങ്കിലും ഒരു പാട്ട്. എനിക്ക് കമൽ സാറിൻ്റെ ഒരു പടമുണ്ടല്ലോ, ശാലിനിയും കുഞ്ചാക്കോ അഭിനയിച്ച നിറം, പ്രായം നമ്മിൽ മോഹം നൽകി. അത് എനിക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ ഇതിനകത്തെ അയ്യപ്പനും കോശിയിലെ പാട്ടില്ലേ, അതുപോലെ ബിജിപാലിന്റെ ഇതിന് ഇടുക്കി പാട്ടില്ലേ, അതിനകത്ത് ഏത് പടത്തിലത്, മഹേഷിന്റെ പ്രതികാരം. മഹേഷിന്റെ പ്രതികാരം, അങ്ങനത്തെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത്തിരി നാടൻ ടച്ചൊക്കെ ഉണ്ടെങ്കിൽ വലിയ ഇഷ്ടമാണ്. ഇപ്പൊ ഇനി വരാനിരിക്കുന്ന സിനിമയിൽ പാട്ടുകളുണ്ടോ? ഇതിൽ 6 പാട്ടുണ്ട്. എല്ലാ പ്രശ്നങ്ങളും അതിൽ സോൾവ് ആക്കി. 6 പാട്ട്, 2-3 ഡാൻസ്, പൂട്ട ഡാൻസ് എല്ലാം. പക്ഷെ അതൊക്കെ ഭയങ്കര രസമാണ്. ആ സിനിമ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് ഒരു ഇന്നില്ലെങ്കിൽ നാളെ ലോകം അംഗീകരിക്കുന്ന ഒരു ശാസ്ത്രമാണത്. അതായത് കാൾ ഗുസ്താവ് ജംഗ് എന്ന് പറഞ്ഞ ഒരാളെ കേട്ടിട്ടുണ്ടോ? ലോകപ്രസിദ്ധനായ ഒരു മനഃശാസ്ത്രജ്ഞനാണ്. ഫ്രോയിഡിൻ്റെയൊക്കെ ഫ്രണ്ടായിരുന്നു. അങ്ങനെ ആ കാലഘട്ടത്തിൽ തന്നെ ജംഗിയൻ തിയറി എന്ന് തന്നെ പേരുണ്ട് ഈ സൈക്കോളജിയിൽ. അങ്ങനെ തിയറിയുടെ അയാൾ സ്വിസ് ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ പുള്ളി ഒരു തിയറി കണ്ടുപിടിച്ചു, സിങ്കർണോസിറ്റി എന്ന് അതിന് പേര്. സിങ്കർണോസിറ്റി എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ഒരു ചെറിയൊരു നോഷം കിട്ടും. തുടർച്ച എന്നൊരർത്ഥമുണ്ട്, കണക്ഷൻ എന്നൊരു അർത്ഥം കിട്ടും. അപ്പോൾ അയാൾ പറയുന്നത് മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എവിടേക്കോ ഒരു തുടർച്ചയുണ്ട്. ഇപ്പം ഞാൻ പറയാം, നിങ്ങളുടെ ഒരു ഫ്രണ്ടുണ്ട്, ഇയാൾ നിങ്ങളുടെ ഫ്രണ്ടാണ്, നിങ്ങൾ സ്ഥിരം കാണും, ഇല്ലെങ്കിൽ വിളിക്കും, എപ്പോഴും
കമ്മ്യൂണിക്കേഷൻ ഉള്ളവരാ. ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നു. ഉവ്വ്. അപ്പോൾ നിങ്ങൾ പറയാണ് എന്ത് പറ്റി, അവനെ കാണുന്നേ ഇല്ല, ഇത് പറയലും അയാളുടെ ഫോൺ കോൾ വരുന്നു. നമ്മളിതിന് സാധാരണ ലൈഫിൽ നമ്മളിതിന് എന്ത് പേര് പറയും? കോയിൻസിഡൻസ് എന്ന് പറയും. കോയിൻസിഡൻസ് എന്ന് പറയും. ചിലർ പറയും ഇറ്റ് ഈസ് എ ആക്സിഡൻറ്റ്, ഓർ ചിലർ പറയും ഇത് ടെലപ്പതി എന്നൊക്കെ പറയും. അല്ല, ഇറ്റ് ഈസ് എ പ്യുവർ സയൻസ് എന്നാണ് ജംഗ് പ്രൂവ് ചെയ്യുന്നത്. അതിന് അയാൾ പേരിട്ടിരിക്കുന്നതാണ് സിങ്കർണോസിറ്റി. അയാൾ പറയുന്നത് DNA എന്ന് പറയുന്ന ശാസ്ത്രത്തിൻ്റെ പുരോഗമനത്തിൽ ഇതെല്ലാം വ്യക്തമാകും. കാരണം ഒരാൾ ചിന്തിച്ചാൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ നമ്മളത് കമ്മ്യൂണിക്കേഷനായിട്ട് വരും. നമ്മളുടെ എക്വിപ്മെൻറ്റ് ക്ലിയർ അല്ലാത്തതുകൊണ്ട് നമുക്കത് മനസ്സിലാകാതെ പോകുന്ന പലതും. എല്ലാത്തിനും കണക്ഷനുണ്ട്. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട് ലോകത്തിൽ. ഈ സിങ്കറോസിറ്റി എക്സാമ്പിൾസ് ഒത്തിരിയുണ്ട്. അപ്പം അതിൻ്റെ തുടക്കം എന്നുള്ള നിലയ്ക്കാണ് ഞാനിങ്ങനെ ചെറുതായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. അതെവിടെ എങ്ങനെയാണെന്നറിയില്ല.